ഹരി ഓം. ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് ശ്രദ്ധിക്കാം. അകമാത്മോദ്ധവാമീഷാം ഭൂതാനാം സുകൃതീശ്വര അകം സർവാണി ഭൂതാനി തേഷാം സ്ഥിത്യുദ്ഭവാപ്യയ. ഈ കാണപ്പെടുന്ന സർവഭൂതങ്ങളുടെയും ആത്മാവും ബന്ധുവും നാഥനും ഞാനാകുന്നു. എൻ്റെ ഈ അപരിച്ഛിന്ന ഭാവത്തെ ഉപാസിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 96 ഭഗവത് വിഭൂതികളും ജ്ഞാന കർമ്മ ഭക്തിയോഗങ്ങളും. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമൻ അക്ഷരാണാമകാരക താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോഭി പ്രഹ്ലാദോ ദാനവാനാം പശുഷിജസുരഭി പക്ഷിണം വൈനതേയോ നാഗാനാമസ്യ നന്ദ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ. ത്വം ഹി ബ്രഹ്മ ഏവ സാക്ഷാത് പരം. സാക്ഷാൽ പരബ്രഹ്മം അങ്ങു തന്നെയാകുന്നു. ഒരു മഹിമൻ, ഹേ ശ്രേഷ്ഠമായ മഹിമയോടുകൂടിയവനെ. അക്ഷരാണാം അകാരഃ. അങ്ങ് അക്ഷരങ്ങളിൽ അകാരമാകുന്നു. താരോ മന്ത്രേഷു. മന്ത്രങ്ങളിൽ പ്രണവമാകുന്നു, ഓങ്കാരമാകുന്നു. രാജ്ഞാം മനുർ അസി. അങ്ങ് രാജാക്കന്മാരിൽ സ്വയംഭൂമനു ആകുന്നു. മുനിഷു ത്വം ഭൃഗുർ നാരദോ. മുനിമാരിൽ വെച്ച് ഭൃഗുവും നാരദനുമാകുന്നു. അഭി പ്രഹ്ലാദോ ദാനവാനാം. പിന്നെ ദാനവന്മാരിൽ പ്രഹ്ലാദനാകുന്നു. പശുഷിച്ച സുരഭി. പശുക്കളിൽ കാമധേനുവുമാകുന്നു. പക്ഷീണാം വൈനതേയോ. പക്ഷികളിൽ ഗരുഡനും. നാഗാനാം അസി അനന്തഃ. സർപ്പങ്ങളിൽ അനന്തനും ആകുന്നു. സുരസരിത് അഭിച്ച സ്രോതസാം. മാത്രമല്ല സ്രോതസ്സുകളിൽ നദികളിൽ സ്വർഗംഗയുമാണ്. വിശ്വമൂർത്തേ, ഹേ വിശ്വം സ്വരൂപമായവനെ. ശ്ലോകാർത്ഥം. അനൽപമാഹാത്മ്യശാലിയും വിശ്വരൂപനുമായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാകുന്നു. അങ്ങ് അക്ഷരങ്ങളിൽ വെച്ച് അകാരവും മന്ത്രങ്ങളിൽ വെച്ച് ഓങ്കാരവും രാജാക്കന്മാരിൽ സ്വയംഭൂമനുവും ആകുന്നു. മഹർഷിമാരിൽ ഭൃഗുവും നാരദനും ആകുന്നു. ഗോക്കൾക്കിടയിൽ അങ്ങ് കാമധേനുവും ആകുന്നു. അസുരന്മാരിൽ പ്രഹ്ലാദനും പക്ഷികളിൽ ഗരുഡനും സർപ്പങ്ങളിൽ അനന്തനും. മാത്രമല്ല നദികളിൽ സ്വർഗംഗയും അങ്ങു തന്നെയാകുന്നു. കഴിഞ്ഞ 5 ദശകങ്ങളിലായി ശ്രീ ഉദ്ധവൻ ഉന്നയിച്ച സംശയങ്ങൾക്ക് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉത്തരങ്ങളാണ് വിവരിച്ചത്. ബ്രഹ്മലക്ഷണം, ബന്ധമുക്തി, ശുദ്ധഭക്തി, നിഷേധാത്മക കർമ്മവിവരണം, യോഗനിർണയം, ശ്രേയോ നിരൂപണം, ഭക്തിയോഗവും ധ്യാനയോഗവും, ധാരണാഭേദങ്ങളും സിദ്ധികളും എന്നീ വിഷയങ്ങളൊക്കെ ഈ ദശകങ്ങളിൽ വിശദമാക്കി. തുടർന്ന് ശ്രീഹരിയുടെ ജ്ഞാനം, വീര്യം, പ്രഭാവം എന്നീ വിശേഷങ്ങളെയും വിസ്തരിക്കുന്നു. ഭഗവാന്റെ സൂക്ഷ്മമായ തത്വം അറിയാനും ഭഗവാനെ ഹൃദയകമലത്തിൽ ധ്യാനിക്കാനും ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് ഭഗവത് വിഭൂതികൾ? ഭഗവാന്റെ ബ്രഹ്മപ്രഭാവ വിശേഷങ്ങൾ തന്നെയാണ് ഭഗവത് വിഭൂതികൾ. എണ്ണിയാലൊടുങ്ങാത്ത വിഭൂതികളോട് കൂടിയ ഹേ മഹാവിഭൂതേ, അങ്ങയുടെ വിഭൂതി സ്ഥാനങ്ങൾ എനിക്കായി ഉപദേശിക്കണമേ എന്ന് ഉദ്ധവൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഹേ ഉദ്ധവ, ഈ ചോദ്യം നേരത്തെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ എന്നോട് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ അർജുനനായി ആ തത്വജ്ഞാനത്തെ ഉപദേശിച്ചു. നിനക്കും ഞാൻ ഇന്ന് ഈ ജ്ഞാനത്തെ ഉപദേശിക്കാം. ഭഗവത്ഗീത അധ്യായം 10 ശ്രദ്ധിക്കുക.
സർവഭൂതങ്ങളുടെയും ആത്മാവും ബന്ധുവും നാഥനും ഞാൻ തന്നെയാകുന്നു. അത്യന്തം സൂക്ഷ്മമായ പരബ്രഹ്മം തന്നെയായ ജീവൻ ഞാനാകുന്നു. അക്ഷരങ്ങളിൽ അകാരം ഞാൻ തന്നെയാകുന്നു. അകാരവ്യാപ്തിയില്ലാതെ അക്ഷരം പൂർണ്ണമാകില്ല. സർവാക്ഷരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അകാരം എന്റെ അവിഛിന്ന സ്വരൂപം തന്നെയാണ്. അകാരം, ഉകാരം, മകാരം എന്നീ മാത്രങ്ങളടങ്ങിയ ഓങ്കാരം ഞാൻ ആകുന്നു. മന്ത്രങ്ങളിൽ ഗായത്രി, രാജാക്കന്മാരിൽ സ്വയംഭൂമനു, ഋഷികളിൽ ഭൃഗു, നാരദൻ എന്നിവരും, ദാനവന്മാരിൽ പ്രഹ്ലാദനും, ഗോക്കളിൽ സുരഭിയും, പക്ഷികളിൽ ഗരുഡനും, നാഗങ്ങളിൽ അനന്തനും, നദികളിൽ ഗംഗയും ഞാൻ തന്നെ. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 16 പാരായണം ചെയ്യുക. ശ്ലോകം 2. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തത്വദ്വിഭൂതേ വികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ബ്രഹ്മണ്യാനാം ബലിത്വം. അങ്ങ് ബ്രാഹ്മണ ഭക്തന്മാരിൽ മഹാബലിയും, ക്രതുഷു ച ജപയജ്ഞോ അസി. അങ്ങ് യജ്ഞങ്ങളിൽ ജപയജ്ഞവും, വീരേഷു പാർത്ഥോ വീരന്മാരിൽ അർജുനനും ആകുന്നു. ഭക്താനാം ഉദ്ധവ ഭക്തന്മാരിൽ ഉദ്ധവനാണ്. ത്വം ബലം അസി ബലീനാം ബലവാന്മാരിൽ ബലവും, ദാമത്തേജസ്വിനാം ത്വം അങ്ങ് തേജസ്വികളുടെ തേജസ്സാണ്. ന അസ്തി അന്ത ത്വദ്വിഭൂതേർ അങ്ങയുടെ വിഭൂതികൾക്ക് അന്ത്യം ഭവിക്കുന്നില്ല. വികസത് അതിശയം സ്പഷ്ടമായ ഉത്കർഷത്തോടുകൂടിയത്, വസ്തു സർവം ത്വ ഏവ എല്ലാ വസ്തുക്കളും അങ്ങ് തന്നെയാകുന്നു. ത്വം ജീവ ത്വം പ്രധാനം അങ്ങ് പ്രകൃതിയും പുരുഷനും ആകുന്നു. യദിഹ ഭവദൃതേ തത്ന കിഞ്ചിത് പ്രപഞ്ചേ അങ്ങ് അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊരു വസ്തുവും ഇല്ല. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ബ്രാഹ്മണ ഭക്തരിൽ മഹാബലിയും, യജ്ഞങ്ങളിൽ ജപയജ്ഞവും, വീരന്മാരിൽ അർജുനനും, ഭക്തരിൽ ഉദ്ധവനുമാകുന്നു. അങ്ങ് ബലവാന്മാരുടെ ബലവും തേജസ്സുകളുടെ തേജസ്സുമാകുന്നു. അങ്ങയുടെ വിഭൂതികൾക്ക് അതിരില്ല. അങ്ങു തന്നെ പ്രകൃതിയും പുരുഷനും. ഈ പ്രപഞ്ചത്തിൽ അങ്ങ് അല്ലാതെ മറ്റൊരു ശ്രേഷ്ഠ വസ്തുവുമില്ല. വിവിധ യജ്ഞങ്ങൾ നടത്താൻ ധാരാളം ആളുകളും ദ്രവ്യങ്ങളും ആവശ്യമാണ്. യജ്ഞങ്ങളിൽ ഏതൊരാൾക്ക് തെറ്റുപറ്റിയാലും വിപരീത ഫലമുണ്ടാകാം. എന്നാൽ ജപയജ്ഞം സ്വയം അന്യസഹായമില്ലാതെ ഈശ്വരനാമം ജപിച്ച് നടത്തുന്നതാണ്. അതിന് ഈശ്വരാർപ്പണവും ഭക്തിയും മാത്രമേ വേണ്ടൂ. അതിൽ തെറ്റുകൾ കടന്നുകൂടുന്നില്ല. ഉണ്ടെങ്കിലോ ഭക്തിയുടെ അർപ്പണം കൊണ്ട് ആ പിഴ പൊറുക്കപ്പെടുകയും ചെയ്യും. അതിനാൽ ജപയജ്ഞമാണ് യജ്ഞങ്ങളിൽ പ്രമുഖം. ഭഗവാന്റെ വിഭൂതികൾക്ക് അതിരുകൽപ്പിക്കാനാവില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത്മയ സാന്ദ്ര പ്രകാശമാകുന്നു. ശ്ലോകം 3. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തെ സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകമഖിലപദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. ധർമ്മം വർണ്ണാശ്രമാണാം വർണ്ണാശ്രമങ്ങളുടെ ധർമ്മത്തെ ശ്രുതിപഥം വേദമാർഗത്തിൽ വിഹിതം വിധിച്ചിട്ടുള്ള പ്രകാരം ത്വത്പരത്വേന ഭക്ത്യ ഭക്തിപൂർവം ഭഗവാനിൽ മനസ്സർപ്പിച്ച് കുർവന്ത
അന്തർവിരാഗേ വികസതി. ചെയ്യുമ്പോൾ അന്തരംഗത്തിൽ വൈരാഗ്യം വികസിക്കുന്നു. ശനഖൈ സാവധാനത്തിൽ, ക്രമമായി, പതുക്കെ പതുക്കെ. സന്ധ്യജന്ധോ ത്യജിക്കുന്നവരായി, ഉപേക്ഷിക്കുന്നവരായി. ലഭന്തേ ലഭിക്കുന്നു. സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകം, സത് ചിത് ആനന്ദാത്മകമായ സ്വരൂപത്തോടു കൂടിയത്. അഖില പദാർത്ഥേഷു എല്ലാ പദാർത്ഥങ്ങളിലും. ഭിന്നേഷു ഭിന്നങ്ങളായ. അഭിന്നം അഭിന്നനും. നിർമൂലം മറ്റൊരു ഹേതു ഇല്ലാത്തതും. വിശ്വമൂലം വിശ്വത്തിന് കാരണവുമായ. പരമം അഹം ഇതി പരമമായ ശ്രേഷ്ഠമായ ഭഗവത് സ്വരൂപം താൻ തന്നെ എന്ന്. ത്വദ്വിബോധം അങ്ങയെക്കുറിച്ചുള്ള അറിവ്. ആ ബ്രഹ്മജ്ഞാനം. വിശുദ്ധം പരിശുദ്ധമായ. വേദമാർഗങ്ങൾ വിധിക്കുന്ന വർണ്ണാശ്രമങ്ങളെ ഭക്തിപൂർവം ഭഗവാനിൽ മനസ്സുറപ്പിച്ച് അനുഷ്ഠിക്കുന്നവർക്ക് അന്തരംഗത്തിൽ വിരക്തി വികസിക്കുമ്പോൾ അനുഷ്ഠാനങ്ങളെ ക്രമമായി ഉപേക്ഷിക്കുന്നവനായി സച്ചിദാനന്ദരൂപത്തിലും വ്യത്യസ്തമായ എല്ലാ പദാർത്ഥങ്ങളിലും ഏകാത്മകമായിരിക്കുന്നതും ജഗദ്ഹേതുവുമായ ആ പരബ്രഹ്മം ഞാൻ തന്നെ ആകുന്നു എന്ന പരിശുദ്ധമായ വിശിഷ്ടമായ ജ്ഞാനം ലഭിക്കുന്നു. ദശകം 84 ശ്ലോകം 7 ഗോപശ്രീകൾക്കായി ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ആത്മതത്വജ്ഞാനോപദേശം ശ്രദ്ധിക്കാം. പരമസുഖചിതാത്മകോ അഹം ആത്മേതി ഉദയതു സ്ഫുടം ഏവ ചേതസി ഇതി. എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവും പരമസുഖമാകുന്ന ചിത്തും താൻ തന്നെ. സർവന്തര്യാമിയായ തന്നിൽ നിന്ന് ഒന്നും ഒരിക്കലും വേർപ്പെടുന്നില്ലെന്നും വേർപ്പെട്ടു എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന വിരഹബോധവും അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖവും മായാമുക്തമായ മനസ്സിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ധരിക്കുക. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17-18 ഇവ പാരായണം ചെയ്യുക. ശ്ലോകം 4. ജ്ഞാനം കർമാഭിഭക്തേ ത്രിദയമിക ഭവത്പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേദ് ജ്ഞാനയോഗേധികാരക. സക്താനാം കർമ്മയോഗ സ്ത്വയി വിനഹിതോ യേതുനാത്യന്തസക്താ നാപ്യത്യന്തം വിരക്ത സ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാ. ജ്ഞാനം കർമ്മ അഭിഭക്തി ത്രിതയം. ജ്ഞാനവും കർമ്മവും പിന്നെ ഭക്തിയും, ഈ മൂന്നും. ഹഭവത് പ്രാപകം ഇവിടെ അങ്ങയെ പ്രാപിക്കുന്നവ ആകുന്നു. തത്ര താവത് അവയിലാകട്ടെ. നിർവിണ്ണാനാം വിരക്തിയുള്ളവർക്ക്. അശേഷേ വിഷയ എല്ലാ വിഷയങ്ങളിലും. ഇഹ ഭവേദ് ഇവിടെ ഭവിക്കും. ജ്ഞാനയോഗേ അധികാര ജ്ഞാനയോഗത്തിൽ അധികാരം. സക്താനാം ആസക്തി ഉള്ളവന്. കർമ്മയോഗത്വയി വിനിഹിതോ അങ്ങയിൽ അർപ്പിക്കപ്പെട്ട കർമ്മയോഗം. ഏതു ഏവരാണോ. ന അത്യന്ത ആസക്ത അത്യന്തമായ ആസക്തിയില്ലാതെയും. ന അഭി അത്യന്തം വിരക്ത അത്യന്തം വിരക്തനല്ലാത്തവനുമായി. തുയിച്ച ധൃതരസ അങ്ങയിൽ ഭഗവാനിൽ ധരിക്കപ്പെട്ട രസത്തോടെ. ഭക്തിയോഗോ ഹി അമീഷാം ഭക്തിയോഗം ഇവർക്കു തന്നെയാണ്. ശ്ലോകാർത്ഥം. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിമാർഗം ഇവ മൂന്നും ഇവിടെ ഭഗവത് പ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ്. ഇതിലാകട്ടെ എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നവനാണ് ജ്ഞാനയോഗത്തിൽ അധികാരമുണ്ടാവുക. വിഷയാസക്തരായവർക്ക് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട കർമ്മയോഗം ഭവിക്കും. അത്യന്തം ആസക്തി ഇല്ലാതെയും അത്യന്തം വിരക്തനാകാതെയും ഭഗവാനിൽ പ്രേമാനന്ദം ഉള്ളവരായി കഴിയുന്നവർക്ക് തന്നെയാണ് ഭക്തിയോഗം. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17-18 പാരായണം ചെയ്യുക. ശ്ലോകം 5.
ജ്ഞാനം ത്വദ്ഭക്തദം വാ ലഘുസുഹൃതവശാത് മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവൻ നാഗകോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിബോധായിരേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിതസ്താരയേതാഹ. ജ്ഞാനം ത്വത് ഭക്തധാം വാ, ജ്ഞാനത്തെയോ ഭഗവത് ഭക്തൻ എന്ന സ്ഥിതിയെയോ ലഘുസുഹൃതവശാത് അനായാസമായി പുണ്യം കൊണ്ടോ മർത്യലോകേ ലഭന്തെ, മർത്യലോകത്തിൽ ലഭിക്കുന്നു. തസ്മാത്, അതിനാൽ, അതു കാരണമായി, അത്രയേവ, ഇവിടെ തന്നെ, ഈ മർത്യലോകത്ത് തന്നെ, ജന്മസ്പൃഹയതി, ജന്മത്തെ ആഗ്രഹിക്കുന്നു. ഭഗവൻ, ഹേ ഭഗവാനേ, നാഗഘോ നാരഘോ വാ, സ്വർഗസ്ഥരും നരകസ്ഥരും, അതായത് ദേവന്മാരും പാപികളും, ആവിഷ്ടം മാം തു, പ്രവേശിച്ചിരിക്കുന്ന എന്നെ ആകട്ടെ, ദൈവാത്, അനുഗ്രഹത്താൽ, ഭവജലനിധി പോതായിതേ, സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള നൗകയായി തീർന്നിരിക്കുന്ന മർത്യദേഹേ, മർത്യശരീരത്തിൽ, ത്വം കൃത്വാ കർണധാരം, അങ്ങ് കപ്പിത്താനായിട്ട്, ഗുരും, ഗുരുവിനെ, അനുഗുണ വാധായിത, അനുകൂല വാദം പോലെയായി, താരയേധ, തരണം ചെയ്യിക്കണമേ. ഹേ ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, തത്വജ്ഞാനമോ അങ്ങയുടെ ഭക്തൻ എന്ന പദവിയോ മർത്യലോകത്ത് പുണ്യവശാൽ അനായാസമായി ലഭിക്കുന്നു. അതുകൊണ്ട് സ്വർഗവാസികളും നരകവാസികളും ഈ മർത്യലോകത്ത് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള നൗകയായി ഇരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എന്നെയാകട്ടെ, ഗുരുവായ അങ്ങ് കപ്പിത്താനായിക്കൊണ്ട് അനുകൂലമായ കാറ്റുപോലെയായി തീർന്നിട്ട് അങ്ങ് എന്നെ സുഗമമായി മറുകരയിലെത്തിക്കണമേ. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 20 പാരായണം ചെയ്യുക. ശ്ലോകം 6. അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധാഃ ക്ലിശ്യന്തേരീവ സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോ ബിജപരമഫലേ നന്വയം ഭക്തിയോഗഃ ത്വാമൂലാദേവ ഹൃദ്യ സ്ത്വരിതമയി ഭവത് പ്രാപകോ വർദ്ധതാം മേ. അവ്യക്തം, വ്യക്തമല്ലാത്ത ബ്രഹ്മത്തെ, മാർഗയന്തഃ, അന്വേഷണം ചെയ്തുകൊണ്ട്, ശ്രുതിഭിർ അഭി, ഉപനിഷത്തുക്കളെ കൊണ്ടും, നയൈ, ബ്രഹ്മമീമാംസ ശാസ്ത്രത്തിലെ യുക്തികൾ കൊണ്ട്, കേവല ജ്ഞാനലുബ്ധ, ജ്ഞാനത്തെ മാത്രം കൊതിക്കുന്നവർ, ക്ലിശ്യന്തേ അതീവ, ഏറ്റവും ക്ലേശിക്കുന്നു, സിദ്ധിം ബഹുതരജനുഷാം അന്ത ഏവ, അനേകം ജന്മങ്ങളുടെ അന്ത്യത്തിൽ മാത്രമാണ് സിദ്ധിയെ, മുക്തിയെ ആപ്നുവന്തി, പ്രാപിക്കുന്നത്. ദൂരസ്ഥ കർമ്മയോഗോ അഭിച പരമഫലേ, കർമ്മയോഗം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ സംബന്ധിച്ച് ദൂരെയാണ്. നന്യു അയം ഭക്തിയോഗ ധു, ഈ ഭക്തിയോഗമാകട്ടെ അമൂലാത് ഏവ ഹൃദി ത്വരിത ഐഭവത് പ്രാപകോ, ആരംഭം മുതൽ തന്നെ മനസ്സിനിഷ്ടപ്പെട്ടതും വേഗത്തിൽ ഭഗവാനെ പ്രാപിക്കുന്നതും ആയത്. വർദ്ധതാമേ, ആ ഭക്തിയെ എന്നിൽ വർദ്ധിപ്പിക്കണമേ. ശ്ലോകാർത്ഥം. കേവലമായ ജ്ഞാനത്തെ മാത്രം ആഗ്രഹിക്കുന്നവർ ഉപനിഷത്തുക്കളാലും മീമാംസാശാസ്ത്രങ്ങളിലെ യുക്തികളാലും പ്രത്യക്ഷമല്ലാത്ത ബ്രഹ്മത്തെ തേടി ഏറെ ക്ലേശിക്കുന്നു. അനേകം ജന്മങ്ങളുടെ അവസാനത്തിൽ
മാത്രമാണ് അവർ മുക്തി പ്രാപിക്കുന്നത്. കർമ്മയോഗമാണെങ്കിലോ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഈ ഭക്തിയോഗമാകട്ടെ ആരംഭം മുതൽക്കു തന്നെ മനസ്സിനിഷ്ടപ്പെട്ടതും വളരെ വേഗത്തിൽ തന്നെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നതും ആണല്ലോ. അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ഈ ഭക്തിയോഗം എന്നിൽ വളർന്നു വരുമാറാകട്ടെ. ഭഗവാനിലുള്ള ഭക്തി ഭക്തന് മധുരമാണത്രേ. കഥാശ്രവണവും കീർത്തനാലാഭവുമൊക്കെ ഒരു പരമാനന്ദാനുഭവമാണ്. ഭഗവത് പ്രേമം വർദ്ധിച്ചു വരും തോറും ആ പ്രേമാനന്ദ സാഗരത്തിൽ ഭക്തഹൃദയം മുങ്ങിത്തുടിച്ച് നിർവൃതി കൊള്ളുന്നു. ഈ ഭക്തി നിർവൃതി പഞ്ചമ പുരുഷാർത്ഥമായി കണക്കാക്കപ്പെടുന്നു. മുൻ ദശകം 2:91 ഇവ ഇതിനോടൊത്ത് നിരൂപണം ചെയ്യുക. ശ്ലോകം 7. ജ്ഞാനായൈവാദിയജ്ഞം മുനിരഭവദതേ ബ്രഹ്മതത്വം ദുശൃണ്വൻ ഗാഢം തത്പാദഭക്തിം ശരണമയതിയസ്തസ്യ മുക്തികരാഗ്രേ ത്വദ്ധ്യാനേപീകതുല്യ പുനരസുകരദാചിത്തചാഞ്ചല്യകേതോകോ അഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാ ചാരുതാഭ്യാ. ജ്ഞാനായ ഏവ കേവല ജ്ഞാനത്തിനായുള്ള അതിയത്നം മുനിർ അഭവദതേ, തീവ്രയത്നത്തെ വ്യാസമുനി നിഷേധിക്കുന്നത്. ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം, ബ്രഹ്മതത്വത്തെ ഗുരുമുഖത്ത് നിന്ന് ശ്രവിച്ചിട്ട് ഗാഠമായിട്ട് പാദഭക്തിം ശരണം അയതിയ, അങ്ങയുടെ പാദഭക്തിയെ ആർ ശരണം പ്രാപിക്കുന്നുവോ തസ്യ മുക്തികരാഗ്രേ, അവന്റെ കരതലത്തിൽ മുക്തി വന്നു ചേരുന്നു. ത്വദ്ധ്യാനേ അഭി ഇഹ, അങ്ങയുടെ ഈ ധ്യാനയോഗത്തിലും തുല്യ പുനർ അസുകരത, പിന്നെ വൈഷമ്യം തുല്യമാണ്. ചിത്ത ചാഞ്ചല്യഹേതോർ, മനസ്സിന്റെ ചഞ്ചലത മൂലം അഭ്യാസാദ് ആശു, അഭ്യാസം കൊണ്ട് വേഗത്തിൽ ശക്യം തദപി വശയിതും, വശപ്പെടുത്താൻ കഴിയുന്നതാകുന്നു. ത്വത്കൃപാ ചാരുതാഭ്യാം, ഭഗവാന്റെ കൃപ കൊണ്ടും ചാരുത കൊണ്ടും. ശ്രീ വേദവ്യാസ ഋഷി ജ്ഞാനത്തിന് വേണ്ടി മാത്രമുള്ള തീവ്രയത്നത്തെ നിഷേധിക്കുന്നു. ബ്രഹ്മതത്വം ശ്രവിച്ച് ഭഗവാന്റെ പാദങ്ങളിലുള്ള തീവ്രഭക്തിയെ ശരണം പ്രാപിക്കുന്നവന് മുക്തി കരാഗ്രത്തിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ധ്യാനയോഗത്തിലും മനസ്സിന്റെ ചാഞ്ചല്യം മൂലം വൈഷമ്യം തുല്യമാണ്. എന്നാലും ആ ധ്യാനവും ഭഗവാന്റെ കാരുണ്യവും ചാരുതയും കൊണ്ട് അഭ്യാസം കൊണ്ട് വേഗത്തിൽ സ്വാധീനമാക്കാൻ കഴിയും. ശ്ലോകം 8. നിർവിണ്ണകർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധോപി കാമാൻ അയി ഭുവനപതേ നൈവ ശക്നോമി കാത്തും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ അംശുനങ്ഷ്യന്തി സംഗാഃ. നിർവിർണ കർമ്മമാർഗേ, നിർവിർണന് വിരക്തന് കർമ്മമാർഗത്തിൽ ഖലു വിഷമതമേ, വിഷമകരമായ ത്വത്കഥ ആദൗ ച, ഭഗവാന്റെ കഥ ആദിയായവയിൽ ഗാഢം ജാതശ്രദ്ധോ അഭി, അത്യധികം ശ്രദ്ധ ഉള്ളവനാണെങ്കിലും കാമാൻ, കാമനകളെ, ഗൃഹധന കളത്ര പുത്രാദികളെ, അയി ഭുവനപതേ, ഹേ ലോകനാഥനായ ശ്രീ ഗുരുവായൂരപ്പ, നൈവ ന ഏവ നൈവ ശക്നോമി ഹാതും, ഉപേക്ഷിക്കാൻ ശക്തിയില്ല തന്നെ. തദ്ഭൂയോ നിശ്ചയേന, അതുകൊണ്ട് വീണ്ടും വീണ്ടും
നിശ്ചയത്തോടെ തൊയി നിഹിതമന അങ്ങയിൽ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ദോഷബുദ്ധിയോടെ വൈരാഗ്യബുദ്ധിയോടെ ഭജം താൻ ആ കാമനകളെ സേവിച്ച് പുഷ്ണിയാം ഭക്തി ഏവ ഭക്തിയെ തന്നെ പരിപോഷിപ്പിച്ചുകൊള്ളാം. ത്വയി ഹൃദയഗതേ അങ്ങ് ഹൃദയസ്ഥനായിരുന്നാൽ മക്ഷു വേഗത്തിൽ നക്ഷ്യന്തി നശിച്ചു പോകും സംഘാഹ വിഷയസംഘങ്ങൾ. ശ്ലോകാർത്ഥം. അല്ലയോ ഭുവനപതിയായ ശ്രീ ഗുരുവായൂരപ്പ, വിഷമതരമായ കർമ്മമാർഗത്തിൽ വിരക്തനും അങ്ങയുടെ കഥകൾ തുടങ്ങിയവയിൽ അത്യധികമായ ശ്രദ്ധ ഉള്ളവനുമാണെങ്കിലും കാമനകളെ ഉപേക്ഷിക്കാൻ ഞാൻ ശക്തനാകുന്നില്ല തന്നെ. അതുകൊണ്ട് വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ അങ്ങയിൽ മനസ്സുറപ്പിച്ച് ആ കാമനകളെ പ്രതികൂല ബുദ്ധിയോടെ സേവിച്ചുകൊണ്ട് ഭക്തിയെ ഞാൻ പരിപോഷിപ്പിച്ചുകൊള്ളാം. ഭഗവാൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്താൽ ഹൃദയബന്ധങ്ങൾ വേഗത്തിൽ തന്നെ നശിക്കും. ഉണ്ണിക്കണ്ണൻ മനസ്സിലിരിക്കുമ്പോൾ ഉണ്ണികൾ വേണമോ വേറെയായി എന്ന പൂന്താനം വരികൾ സ്മരിക്കുക. ശ്ലോകം 9. കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയവിമലമതിർനുദ്യമാനോ ജനൗകൈഃ പ്രാഗേവം പ്രാകവിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രകാവാ ഛേദോ മേ ദുഃഖഹേതു സ്തതികഗുണഗണം ഭാവയത് സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച ഗുരുവിഭോ താദൃശീം ചിത്തശാന്തിം. കശ്ചിത് ഏതോ ഒരു ക്ലേശ ആർജിത അർത്ഥക്ഷയ ക്ലേശിച്ച് ആർജിച്ച സമ്പത്ത് നശിച്ചതുകൊണ്ട് വിമലമതിർ വിമല മനസ്കനായി നുദ്യമാനോ ജനൗഘ്യേ ജനസമൂഹങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ട് പ്രാക് ഏവം പ്രാഹ വിപ്ര പണ്ട് ഒരു ബ്രാഹ്മണൻ ഇപ്രകാരം പറയുകയുണ്ടായി. ന ഖലു മമ ജന ഒരിക്കലും എന്റെ ജനങ്ങളല്ല. കാലകർമ്മഗ്രഹാവ കാലമോ കർമ്മമോ സൂര്യാദി ഗ്രഹങ്ങളോ അല്ല. ഛേദോമേ ദുഃഖഹേതു മനസ്സാണ് എന്റെ ദുഃഖത്തിന് കാരണം. തദ് ഇഹ ആ മനസ്സ് ഇവിടെ ആത്മാവിൽ ഗുണഗണം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ഗുണങ്ങളെ ഭാവയ സർവകാരി ഭാവനം ചെയ്തിട്ട് സർവവും ചെയ്യുന്നവനായി തീരുന്നു. ഇതി ഉക്ത്വ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാന്തോഗതസ്ത്വാം മനഃശാന്തനായി പ്രാപിച്ചു. മമച്ച കുരു വിഭോ ഹേ വിഭുവായ എനിക്കും അങ്ങനെ സംഭവിക്കണമേ, എനിക്കും അങ്ങ് അങ്ങനെ തന്നെ ഉണ്ടാക്കി തരയണമേ. താദൃശ്യം അപ്രകാരമുള്ള ചിത്തശാന്തി മനഃശാന്തിയെ. ഇത് ഭിക്ഷുഗീത. ശ്ലോകാർത്ഥം. പണ്ട് ഒരു ബ്രാഹ്മണൻ ക്ലേശിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നശിച്ചത് മൂലം പിന്നീട് നിർമ്മല മനസ്കനായി തീർന്നു. ജനസമൂഹത്താൽ വളരെ ഉപദ്രവിക്കപ്പെട്ട ആ ബ്രാഹ്മണൻ പറഞ്ഞു, ദുഃഖത്തിന് കാരണം ജനങ്ങൾ അല്ല, കാലമോ കർമ്മമോ ഗ്രഹാദികളോ അല്ല. എന്റെ ദുഃഖത്തിന് കാരണം എന്റെ മനസ്സാകുന്നു. ആ മനസ്സാണ് കർത്തൃത്വം ഭോക്തൃത്വം ആദി ഗുണങ്ങളെ ആരോപിച്ച് എല്ലാം ചെയ്യിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞ് ആ ബ്രാഹ്മണൻ ഭഗവാനെ പ്രാപിച്ചു. ഹേ വിഭോ, എനിക്കും അപ്രകാരം മനഃശാന്തിയെ നൽകണമേ. പണ്ട് അവന്തി ദേശത്ത് ഒരു ബ്രാഹ്മണൻ പല വഴിയിലൂടെ ധാരാളം പണം സമ്പാദിച്ചു. അദ്ദേഹം അതൊന്നും സ്വയം അനുഭവിക്കാതെയും ദാനധർമ്മങ്ങൾ ചെയ്യാതെയും പുത്ര കളത്രാദികൾക്കോ ബന്ധുക്കൾക്കോ ഒന്നും നൽകാതെയും ആർജിച്ച ആ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളക്കാരും ഭരണാധികാരികളുമൊക്കെ കൈവശപ്പെടുത്തി. സ്വത്തെല്ലാം പോയപ്പോൾ
ജനസമൂഹമോ ബന്ധുമിത്രാദികളോ അദ്ദേഹത്തെ സഹായിച്ചില്ല. നിരാധാരനും നിരാശ്രയനുമായപ്പോൾ വിവേകവും വൈരാഗ്യവും ഈശ്വരഭക്തിയും വളർന്നു. പിന്നെ ആത്മാരാമനായി ഒരു ഭിക്ഷുവായി അദ്ദേഹം ദേശമാകെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ഇരിക്കാൻ ഒരു മൃഗത്തോല്, ഊന്നാൻ ഒരു ദണ്ട്, ജപമാല, ജലപാത്രം എന്നിവ മാത്രമായി ആശ്രയം. അതും പിന്നീട് പിടിച്ചു പറിക്കപ്പെട്ടു, പിടിച്ചുകെട്ടി പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് അപ്പോൾ ആരോടും കോപമോ വൈരാഗ്യമോ തോന്നിയതില്ല. തന്റെ മനസ്സാണ് ഈ സങ്കല്പത്തിന് എല്ലാം കാരണം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സമാധാനത്തോടെ വർത്തിച്ചു. ഈശ്വരാർപ്പിതമായി ഭഗവത് കർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹം ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടി. ഓർക്കുക, ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവ ഛേദോമേ ദുഃഖഹേതു. പൊതുജനമോ കാലമോ കർമ്മമോ ഗ്രഹനക്ഷത്രങ്ങളോ ഒന്നുമല്ല എന്റെ ദുഃഖ കാരണം. അത് എന്റെ മനസ്സ് മാത്രമാകുന്നു. ദശകം 93 ശ്ലോകം 2 അവസാന ഭാഗം ശ്രദ്ധിക്കുക. ആത്മനഹസ്യ സുഹൃത് അഭിച രിപുർ യസ്ത്വയി നസ്തചേതാഹ. ഭഗവാനിൽ മനസ്സുറപ്പിച്ചവർക്ക് താൻ സ്വയം സുഹൃത്തായും അല്ലാത്തവർക്ക് താൻ തന്നെ ശത്രുവുമായി ഭവിക്കുന്നു. ഭാഗവതം 11 സ്കന്ധം അധ്യായം 23 പാരായണം ചെയ്യുക. ശ്ലോകം 10. ഐലക്പ്രാകുർവശിമ്രത്യതിവിവശമനാഃ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ തദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ സുഖതരമജരത് തദ്വദുദ്ധൂതസംഗം ഭക്തോ തം സംക്രിയാമാം പവനപുരപതേ ഹന്തമേ രുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഐള, ഇളൻ എന്ന രാജാവിന്റെ പുത്രൻ. പുരൂരവസ്, പ്രാഗ്, പണ്ട്. ഉർവശീം പ്രതി, ഉർവശിയെ ചൊല്ലി. അതിവിവശമന, അത്യന്തം വിവശമായ മനസ്സുള്ളവനായി. സേവമാന ചിരം താം, അവളെ വളരെ കാലം സേവിക്കുന്നവനായി. ഗാഢം നിർവിദ്യഭൂയോ, അത്യധികം വിരക്തനായി ഭവിച്ചു. യുവതി സുഖം ഇതം, ഈ യുവതീ സുഖം. ക്ഷുദ്രം ഏവ ഇതി ഗായൻ, നിസാരം തന്നെ എന്ന് ആലാപനം ചെയ്യുന്നവനായി. ഭക്തിം പ്രാപ്യ, അങ്ങയിലുള്ള ഭക്തിയെ പ്രാപിച്ചിട്ട്. പൂർണ്ണ സുഖതരം അചരത്, പൂർണ്ണനായി ഏറ്റവും സുഖമുള്ളവനായി ആനന്ദചിത്തനായി സഞ്ചരിച്ചു. തദ്വത്, അതുപോലെ. ഉദ്ധൂത സംഘം, സംഘത്തെ വിഷയാസക്തിയെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്തിട്ട്. ഭക്തോക്തംസം ക്രിയാമാം, ഉത്തമ ഭക്തനായി എന്നെ തീർക്കണമേ. പവനപുരപതേ, ഹേ ഗുരുവായൂരപ്പ. ഹന്ത, കഷ്ടം. മേരുന്തിരോഗാൻ, ഈ ഉന്നതാവസ്ഥയെ പ്രാപിക്കാൻ പ്രതിബന്ധമായ എന്റെ രോഗങ്ങളെ മാറ്റിത്തരേണമേ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. പണ്ട് പുരൂരവസ് എന്ന രാജാവ് ദേവാംഗനയായ ഉർവശിയെ ചൊല്ലി അത്യന്തം വിവശചിത്തനായി അവളെ വളരെ കാലം സേവിക്കുന്നവനായി. പിന്നീട് വിരക്തി വന്ന് ഈ കാമിനീ സുഖം നിസാരം എന്ന് ആലപിക്കുന്നവനായി അങ്ങനെയുള്ള ഭക്തിയെ പ്രാപിച്ച് പൂർണ്ണനായി ഏറ്റവും സുഖമായി സഞ്ചരിച്ചു. അതുപോലെ ശ്രീ ഗുരുവായൂരപ്പ, എന്നെ വിഷയാസക്തി വെടിഞ്ഞവനും അങ്ങയുടെ ഉത്തമ ഭക്തനുമാക്കി തീർക്കണമേ. ഹേ ഭഗവാനെ, എന്റെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യണമേ. ചന്ദ്രൻ അതിസുന്ദരനാണല്ലോ. പണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നി താരാദേവി ഈ ചന്ദ്രന്റെ സൗന്ദര്യം കണ്ട് അതിവിവശയായി. സ്വപതിയെ വിസ്മരിച്ച് ചന്ദ്രന്റെ കൂടെ താമസം ഉറപ്പിച്ചു. ദേവഗുരുവായ ബൃഹസ്പതി പലവരും ആവശ്യപ്പെട്ടിട്ടും
ചന്ദ്രൻ താരയെ വിട്ടുകൊടുത്തില്ല. അങ്ങനെ താര ചന്ദ്രനോടൊത്ത് കുറെ നാൾ വസിക്കാനിട വന്നു. ഇക്കാലത്ത് ചന്ദ്രന് താരയിൽ ജനിച്ച പുത്രനാണ് ബുധൻ. ഒരിക്കൽ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ സനകാദി മഹർഷിമാർ ദിക്കുകളെയെല്ലാം സ്വതേജസ്സിനാൽ പ്രകാശമാനമാക്കിക്കൊണ്ട് എത്തിച്ചേർന്നു. അവിടെ ആ സമയത്ത് ശങ്കരൻ ഗൗരിയോട് ചേർന്നിരിക്കുകയായിരുന്നു. കാമിനിയും മംഗളസ്വരൂപിണിയുമായ മഹാദേവി വിവസ്ത്രയും ക്രീഡാസക്തയുമായിരുന്നു. ഭർത്താവിന്റെ മടിയിൽ രമിച്ചുകൊണ്ടിരുന്ന മനോഹാരിണിയായ അംബികാദേവി വിവസ്ത്രയായതിനാൽ അവരെ കണ്ട് അത്യന്തം ലജ്ജിച്ചു. ഭർത്താവിന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം എടുത്തൊടുത്ത് അത്യധികം മാനിനിയായ ദേവി ലജ്ജയോടെ വിറപ്പുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ പരമശിവൻ പറഞ്ഞു, ദേവി, ഈ വനത്തിൽ ഇനി പ്രവേശിക്കുന്ന പുരുഷനാരോ അവൻ സ്ത്രീയായി ഭവിക്കും തീർച്ച. ഒരിക്കൽ സുബ്ദുമ്നൻ എന്നു പേരുള്ള ഒരു രാജാവ് മൃഗയാവിനോദത്തിനായി ഈ വനത്തിൽ പ്രവേശിച്ചു. അതോടെ സുബ്ദുമ്നൻ ഒരു സ്ത്രീ ആയി മാറുകയും ചെയ്തു. ഇവൾ ഇള എന്ന പേരിൽ അറിയപ്പെട്ടു. സുന്ദരിയും മനോഹാരിണിയുമായ ഈ സ്ത്രീയെ കണ്ടിട്ട് ഒരിക്കൽ സോമപുത്രനായ ബുധൻ അവളിൽ അനുരക്തനായി തീർന്നു. അവർക്ക് ജനിച്ച പുത്രനാണ് പുരൂരവസ്. ഈ പുരൂരവസ് എന്ന അയളയുടെ കഥയാണ് നാം കേട്ടത്. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 26 പാരായണം ചെയ്യുക. ഉദ്ധൂത സംഘം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപതേ ഹന്തമേ രുന്തിരോഗാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.